ഞാൻ 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ റിവ്യൂ ചെയ്തിരുന്ന ഒരു ആംബ് ബോർഡ്. അത് ബ്രിഡ്ജ് ചെയ്താൽ 500 വാട്ട്സ് RMS കിട്ടുന്ന പെർ ചാനൽ 2 ചാനൽ 250 വാട്ട്സ് പെർ ചാനൽ കിട്ടുന്ന ഒരു ആംബ്. അത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റെക്ടിഫയർ സെക്ഷനും കിട്ടുന്നുണ്ട്. പിന്നെ ഒരുവിധം ആക്സസറീസ്, അതായത് അതിൻ്റെ അകത്തേക്ക് ബ്രിഡ്ജ് ചെയ്യാനുള്ള BTL സ്വിച്ച്, അതിൻ്റെ സ്പീക്കർ കണക്ടർ, സ്ക്രൂസ്, അത്യാവശ്യം വയേഴ്സ്, അതെല്ലാം ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ബോർഡാണ് ഇത് റിവ്യൂ ചെയ്തത്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനത്തെ ബോർഡ് ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങൾ ചിലർക്ക് സംശയമായിട്ട് നിൽക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ക്ലിയർ ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഈ ബോർഡിൻ്റെ ഒരുവിധം ചെക്കിംഗ് ഒക്കെ അന്നത്തെ വീഡിയോയിൽ ഇട്ടതാണ്, പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ആദ്യം ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണാം, എന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഓൺ ചെയ്തു, പ്രൊട്ടക്ഷൻ ഓഫ്. അപ്പോൾ ഈ വർക്കിംഗ് നിങ്ങൾ കണ്ടല്ലോ, നല്ല ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അതായത് ചാനലിലും ബ്രിഡ്ജിലും രണ്ടും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും എത്രയോ ഗെയിൻ ഈ ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. 12 വോൾട്ട് സപ്ലൈയിൽ, അതായത് 20 വോൾട്ട് DC 50 വാട്ട്സ് ഔട്ട്പുട്ടിലാണ് ഇപ്പോൾ. അതായത് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ 50 വാട്ട്സ് ഔട്ട്പുട്ടിലും സ്റ്റീരിയോ ആയിട്ട് 25 വാട്ട്സ് ഔട്ട്പുട്ടിലുമാണ് ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പെർഫോമൻസ് കേട്ടത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ബോർഡിൻ്റെ ഒരു ബിൽറ്റ്, ഇതിപ്പോൾ ഏത് രീതിയിലാണുള്ളത്, ഇതിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതിനകത്ത് കമ്പോണൻസ് ഏതൊക്കെയാണ്, ഏത് രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ബോർഡ് മൾട്ടി ലെയർ ബോർഡാണ്. അതേപോലെ തന്നെ ഈ പാർട്സ് അസംബിൾ ചെയ്തതും ഈ ബോർഡിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പ്രഷനോ, അതായത് നല്ലൊരു ബെസ്റ്റ് ഇമ്പ്രഷൻ നമുക്ക് ഇതിനകത്തുള്ള പാർട്സുകൾക്ക് നോക്കുമ്പോൾ, അതായത് ഈ ബോർഡിൽ അസംബിൾ ചെയ്ത രീതിയും ഈ ബോർഡും കാണുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും ചോദിച്ച ഒരേ ഒരു സംശയം, ഇതിനെന്തുകൊണ്ടാണ് അത്രയും വില വരുന്നത്? രണ്ടാമത്തെ സംശയം, ഏറ്റവും പ്രധാനമായി ചോദിച്ച സംശയം, ഇത് ഈ BTL എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ബ്രിഡ്ജ് സ്വിച്ചിങ്ങിന് എന്തുകൊണ്ടാണ് BTL എന്ന് ഉദ്ദേശിക്കുന്നത്? മൂന്നാമത്തെ സംശയം എന്ന് പറയുന്നത്, ഇത് ഇത്രയും 6 ട്രാൻസ്ഫറുള്ള വേറെ ഏതെങ്കിലും ബോർഡ് വെച്ചിട്ട് ചെയ്താൽ ഇതേ പെർഫോമൻസ് കിട്ടില്ല, പിന്നെ അപ്പോൾ ഇത്രയും വില കൊടുത്തത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? നാലാമത്തെ സംശയം, ഇതിൽ ഏത് ട്രാൻസ്ഫറാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഈ ട്രാൻസ്ഫർ ഏതാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അത് ശരിയാണ്. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഇങ്ങനത്തെ 4 കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നു, എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ മറന്നു, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സംശയം ലാസ്റ്റ് പറയാം. ആദ്യം നമുക്ക് ഈ BTL എന്താണെന്ന് നോക്കാം. BTL എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഒരുപാട് സാധനങ്ങൾ വരും, ഒരുപാട് ഫുൾ ഫോമും അതിന് ഒരുപാട് ഡെഫിനിഷനും വരും ഗൂഗിൾ സെർച്ച് ചെയ്താൽ. പക്ഷേ BTL ഇൻ ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വരും BTL എന്ന് വെച്ചാൽ ബ്രിഡ്ജ് ടൈഡ് ലോഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. BTL, ബ്രിഡ്ജ് ടൈഡ് ലോഡ്. അതായത് 2 ചാനലിനെ ബ്രിഡ്ജ് ചെയ്ത് ഒരു ചാനലാക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടം പോലെ വാങ്ങി കിട്ടും അങ്ങനത്തെ ബോർഡുകൾ. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് 2 ചാനലായിട്ട് ഉപയോഗിക്കാം. നമുക്കതൊരു സ്വിച്ച് ഉപയോഗിച്ചിട്ട്, ഒരു ബ്രിഡ്ജിങ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്കതൊരു മോണോ ആംബായിട്ട് ഉപയോഗിക്കാം. ബ്രിഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഭാഗത്തേക്കും, അതായത് സ്പീക്കറിൻ്റെ പോസിറ്റീവിലേക്ക് നെഗറ്റീവിലേക്കുള്ള ആ ഒരു സ്വിങ് കിട്ടും. അത് നിങ്ങൾ ബ്രിഡ്ജിങ്ങിൻ്റെ ഒരു രീതി ശരിക്കും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബോർഡാണ് ഈ ബോർഡ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ BTL എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിഡ്ജ് ടൈഡ് ലോഡ്, അതായത് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണ്. ബ്രിഡ്ജ് ആവശ്യത്തിന് ചെയ്യാൻ, പിന്നീട് ഒഴിവാക്കാൻ ചെയ്യാൻ പറ്റും. അതാണ് ഈ ബോർഡ് കൊണ്ടുള്ള സൗകര്യം കിട്ടുന്നത്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് കൂടുതൽ വായിച്ച് മനസ്സിലാക്കാനുള്ള അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ സെർച്ച് പോയിട്ട് അത് വായിച്ച് മനസ്സിലാക്കാം. അതിനോടനുബന്ധിച്ച് വീഡിയോസൊക്കെ ഉണ്ടാവും, അത് കണ്ട് മനസ്സിലാക്കാം. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഡയറക്റ്റ് ചോദിക്കുക, നമ്മൾ അടുത്ത വീഡിയോ ആക്കാം. അപ്പോൾ അടുത്ത സംശയം പറയാം. കുമാറിൻ്റെയോ മറ്റോ ഏതെങ്കിലും സിസ് ട്രാൻസിസ്റ്റർ ബോർഡ് ഉപയോഗിച്ച് ചെയ്താൽ സെയിം എഫക്റ്റ് കിട്ടില്ലേ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് പറയാനുള്ളത്, ഇതിൽ ഈ കമ്പോണൻസ് ഇപ്പോൾ 2 ചാനലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിൽ ഉപയോഗിച്ചുള്ള കമ്പോണൻസിൻ്റെ പ്രത്യേകത, ഇതിൽ നിങ്ങൾക്ക് ആ മറ്റ് ട്രാൻസ്ഫർ ബോർഡുകൾ വാങ്ങുമ്പോൾ കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ അധികം ഉണ്ട്. അതാണ് ഇതിൻ്റെ വില വരുന്നത്. ഒരു ബോർഡല്ല ഇത് കുറേ ബോർഡാണ്. ആ ബോർഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഓവർലോഡ് പ്രൊട്ടക്ഷൻ. അത് ഇതിൻ്റെ ആ കൂടെ കിട്ടുന്ന പേപ്പറിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചാണ് അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന്. അപ്പോൾ അതിൽ വരുന്നതിൽ ഒന്ന് 115 ഡിഗ്രി ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ. ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങി വെക്കണം. മറ്റൊരു ബോർഡ് വെക്കുമ്പോൾ അതിൽ സെപ്പറേറ്റ് പവർ സപ്ലൈ ഒക്കെ കൊടുത്ത് സർക്യൂട്ടൊക്കെ ചെയ്ത് കൊണ്ടുപോകണം. ഒരു പ്രൊഫഷണൽ ലൗഡ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ചിപ്പ്, അതായത് ഒരു ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ. എത്ര ബോർഡുകളിൽ നിങ്ങൾക്ക് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ കിട്ടും? അതായത് നിങ്ങൾ ഔട്ട്പുട്ട് സ്പീക്കർ വയർ ഷോർട്ടായി കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ബോർഡിൽ നിന്ന് ഔട്ട്പുട്ട് വരാതെ ഓഫ് ആവും. അടുത്തത് DC പ്രൊട്ടക്ഷൻ. അതായത് ഔട്ട്പുട്ടിലേക്ക് DC കയറി വരുന്ന ആ ഒരു അവസ്ഥയിൽ സ്പീക്കർ ബേണായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ അവസ്ഥ വന്നാലും ഓഫ് ആവും.
ഈ 3 തരത്തിലുള്ള സർക്യൂട്ട് നിങ്ങളൊരു ആമ്പ് ചെയ്യുമ്പോൾ അങ്ങനെ എത്ര ചിലവ് വന്നു? സർക്യൂട്ട് എത്രയായി? പവർ സപ്ലൈ കണക്ഷൻ സർക്യൂട്ടുകളൊക്കെ എത്രയായി? അത്രയും കാര്യങ്ങൾ എത്രയും ആഡായി, അത്രയും സർക്യൂട്ടുകൾ വന്നു. അതിനനുസരിച്ച് അവിടെ ഒരുപാട് ഗ്രൗണ്ട് ലൂപ്പും കാര്യങ്ങളൊക്കെ അതിൽ വരും. അതൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ അറിയാം. അപ്പോൾ അതെല്ലാം കൂടി ഇതിൽ ഒന്നിൽ ബിൽഡിൻ ചെയ്തുകൊണ്ടാണ് എല്ലാത്തിനും കൂടിയാണ് ഈ വില വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ റെക്ടിഫയർ കൂടെ ഉണ്ട്. പിന്നെ ബാക്കി കണക്ഷൻസ് ഒരുവിധം കാര്യങ്ങളും വയറൊക്കെ കൂടെ ഉണ്ട്. വയറൊക്കെ വിത്ത് ടെർമിനൽ ആയത് സ്ക്രൂ ജസ്റ്റ് ആണ് ചെയ്താൽ മതി, മറ്റൊന്നും ചെയ്യേണ്ട. എല്ലാ പണികളും കഴിച്ച് തരുമ്പോഴുള്ള വിലയാണ്. ഓവർ വിലയായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റേ ഞാൻ പറയായിരുന്നു അത് എനിക്ക് വില കൂടുതലാണ്, പറ്റെങ്കിൽ വാങ്ങാമെന്ന്. പക്ഷേ വില കൂടുതൽ അല്ല ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ. പിന്നീട് പറയാനുള്ളത് ഇതിൽ ഏത് ട്രാൻസ്ഫറാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. അന്നത്തെ വീഡിയോയിൽ ഇത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ 279435200 തിരിച്ചാണ് എല്ലാവരും പറഞ്ഞ് ശീലിച്ച്. അതായത് 5200 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചാണ് ഈ ബോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത്രയും ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിന് ഇത്ര വില വരുന്നത്. പിന്നെ 60 വോൾട്ട് DC-ൻ്റെ അടുത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടും. കാരണം 20 വോൾട്ടിൽ കൊടുത്ത പെർഫോമൻസ് നിങ്ങൾ കേട്ടതാണ്. അപ്പോൾ അത് ആലോചിക്കുക. പിന്നെ ഇതിൻ്റെ വില സംതിങ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആ വില ഉണ്ടെന്നാണ് എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ശേഷമാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള വില അപ്പോഴാണ് കിട്ടിയത്. അതുകൊണ്ടാണ് അന്നത്തെ വീഡിയോയിൽ ആ കൂടിയ വില 13 സംതിങ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10ൻ്റെ അടുത്ത് ചിലവുള്ളൂ ഈ ഒരു ബോർഡ് വാങ്ങാൻ. 10,000 അറൗണ്ട് ഇതിൻ്റെ ചിലവ് വരും. നിങ്ങൾക്ക് കൊറിയർ ചാർജ് അടക്കും. കൊറിയർ ചാർജ് ശരിക്കും വെച്ച് നോക്കുകയാണെങ്കിൽ ലാഭമാണ്. കാരണം നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ മതി, നിങ്ങളെ വർക്കൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിൽ സമയം കിട്ടുമ്പോൾ, നിങ്ങൾ ജോലി സ്ഥലത്ത് സമയം കിട്ടുമ്പോൾ പോയിട്ട് കൊറിയർ വന്ന സാധനം പോയി എടുക്കാം. അപ്പോൾ സ്റ്റോക്ക് ഇല്ലേ ഉണ്ടോയെന്ന് വിളിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ഇത് ഓർഡർ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഓർഡർ ചെയ്തതിന് ശേഷമേ നമ്മളിവിടെ സാധനം എടുക്കുള്ളൂ, എന്നിട്ട് അതായത് കൊറിയർ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു സമയം ഇത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി വരും. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സാധനം എടുക്കുള്ളൂ. കാരണം കൊണ്ടുവച്ചിട്ട് കാര്യമില്ല, വില കൂടിയ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ഒരു സാമ്പിൾ മാത്രമേ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുക. ഇതിൽ നിങ്ങളുടെ കൈ കൊണ്ട് ഞാനത് ഫിറ്റ് ചെയ്ത്, അപ്പോൾ എൻ്റെ കൈ കൊണ്ട് എന്ത് സംഭവിച്ചാലും, എന്ത് തന്നെ ഡിഫക്റ്റ് ഉണ്ടായാലും ഇതിനൊന്നും ചെയ്യാനില്ല. നമ്മളത് സഹിക്കണം, നമ്മൾ തന്നെ റിപ്പയർ ചെയ്തെടുക്കണം. റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ബോർഡൊന്നുമല്ല, അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ റിപ്പയർ ചെയ്തെടുക്കാം. ഇതിലെല്ലാം ഒരുവിധം പാർട്സൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ്. സെയിം കിട്ടിയില്ലെങ്കിലും നമുക്ക് സൂട്ടബിൾ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഒരു കാര്യം കാണിച്ച് കഴിയുമ്പോൾ അതിനകത്ത് സംശയം വന്നു കഴിഞ്ഞാൽ അത് വെച്ചേക്കരുതല്ലോ. അപ്പോൾ ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള സംശയങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊന്നുകൂടി ഇതൊന്ന് പ്ലേ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ മെസ്സേജ് അയക്കാം. അതായത് നിങ്ങൾ അയച്ച ഉടനെ ഇന്നിപ്പോൾ വേണമെന്ന് പറഞ്ഞ ഉടനെ നാളെ കിട്ടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇത് ബൾക്കാകുമ്പോൾ കുറച്ചുകൂടെ വിലയിൽ വ്യത്യാസം ഉണ്ടാവും. വില നിങ്ങൾക്ക് റിഡക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ അറിയിക്കുക. അപ്പോൾ 2-ൽ കൂടുതൽ പീസൊക്കെ ആണെങ്കിൽ ചെറിയ വ്യത്യാസം വിലയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ നേരത്തെ പറഞ്ഞു. ലൈക്ക് ചെയ്യാൻ മറന്നവർ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.